എവരിവൺ, എല്ലാവർക്കും SBS ഗാർഡനിലെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിപ്പോൾ ഒരു 30ഓളം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 30 ഒന്നിച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ള ഒരു ഓർഡറാണ് കിട്ടിയത്. വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് നല്ല റെസ്പോൺസും നല്ലോണം സെയിൽസും ഉള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാവണം. സോ ഇതാണ് നമുക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന നമുക്ക് ചിലതൊക്കെ ഓരോരോ പീസുകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുള്ള കുറേ പീസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 30ഓളം വെറൈറ്റീസ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്നിച്ച് സോൾഡ് ഔട്ട് ആയിരിക്കുവാണ്. ഇതാണ് നമുക്കിവിടെ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുറേ ബോഗൺവില്ല വെറൈറ്റീസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ നല്ല റെഡിഷ് ആയിട്ടുള്ള ബോഗൺവില്ല വെറൈറ്റിയാണ്. ഇതാണ് അതിൻ്റെ നല്ല റെഡ് കളറാണ് അതിന് വരുന്നത്. ബ്രീസ റെഡ് പോലത്തെ ഒരു നല്ല റെഡിഷ് കളറാണ്. പിന്നെ അതേപോലെ തന്നെ തായ്റാണി നല്ല ഫ്ലവറിങ്ങോട് കൂടിയിട്ടുള്ള വലിയൊരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. വലിയൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ലാസ്റ്റ് പീസായിരുന്നു, എല്ലാം സോൾഡ് ഔട്ടായി. സോ ഇനിയും നമ്മൾ പുതിയ വെറൈറ്റീസ് കൊണ്ടുവരുന്നതായിരിക്കും, പുതിയ വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്യൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നമ്മുടെ തിമ്മ പിങ്കിൻ്റെ ലാസ്റ്റ് പീസായിരുന്നു. ലേഡി മേരി, അതേപോലെ ഇൻ്റർനാഷണൽ പിങ്കിൻ്റെ, ദെൻ പൂനം ലാവൻഡർ, പൂനം വൈറ്റ് എല്ലാം, പിന്നെ ഡോക്ടർ റാവു, അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം സോൾഡ് ഔട്ടായി. അപ്പോൾ നമുക്കിനി ഇവിടെ ഡോക്ടർ റാവുവിൻ്റെ ഒരു 2-3 പീസസും, അതേപോലെ തന്നെ സക്കീർണ പീച്ച്, സക്കീർണ പിങ്കിൻ്റെയൊക്കെ 1-2 പീസുകളും കൂടിയേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇതാണ് സക്കീർണ പീച്ചിൻ്റെ നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത് ഏകദേശം ഇത്രയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവറിങ്. ഏകദേശം ഇപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്ലവർ കളർ എന്ന് പറയുന്നത് കണ്ടോ, നല്ല പീച്ച് കളറാണ്. അതിൽ നമുക്ക് ചെറുതായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിങ്, സക്കീർണ പീച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം നല്ല റെഡിഷ് ആയിട്ട് വരുന്ന ഫ്ലവേഴ്സ് തന്നെയാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു പിങ്ക് കളർ നല്ലോണം ഫീൽ ചെയ്യുമെന്നുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഒരു റെഡ് ഫീലിംഗ് തരുന്ന ഫ്ലവേഴ്സാണ് ഇതെല്ലാമാണ് നമുക്കിപ്പോൾ ഇവിടെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ഇതാണ് നമ്മളിപ്പോൾ കാണിച്ചില്ലേ സക്കീർണ പീച്ചിൻ്റെ വേറൊരു കളർ ചേഞ്ചാണിത്. സക്കീർണ പിങ്ക് എന്ന് പറയും. ഇത് സക്കീർണ പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ ആണിത്. ഇതിപ്പോൾ നമുക്ക് ഫ്ലവറിങ് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഈ കളറിലാണ്, നല്ല ഡാർക്ക് ഒരു പർപ്പിൾ മിക്സിൽ വരുന്ന കളറാണ്. ഇതിപ്പോൾ ഫ്ലവറിങ് ഏകദേശം കഴിഞ്ഞതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതാണ് നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് സുബ്ര വൈറ്റ്, അതേപോലെ തന്നെ മേരി പുൽമർ. നമുക്ക് മേരി പുൽമർ എന്ന് പറയുമ്പോൾ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണത്. ഇതപ്പോൾ ഈ കാണുന്ന പോലെ പിങ്കും അതേപോലെ തന്നെ വൈറ്റും മിക്സായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ ഒരു സൈഡിൽ വൈറ്റും ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇടയിൽ നമുക്ക് പിങ്ക് ഷെയ്ഡുകളും ഇതേപോലെ വരുന്നതായിരിക്കും. അതാണ് മേരി പുൽമർ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതെല്ലാം മേരി പുൽമറിൻ്റെ കളർ ഷെയ്ഡ് വരുന്നതാണ്. ഇത് നമുക്ക് പ്യുവർ ആയിട്ടുള്ള സുബ്ര വൈറ്റിൻ്റെ പ്ലാന്റാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഫ്ലവറായിട്ട് നിൽക്കുന്ന ഇത്രയും വലിയൊരു പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊരു വെറൈറ്റിയാണ്, ജ്വൽ പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിൽ നമുക്ക് ഒരു ചെറിയ ബേബി പിങ്ക് പോലത്തെ ഷെയ്ഡും വരുന്നുണ്ട്, ഡാർക്ക് പിങ്കിലുള്ള ഷെയ്ഡും വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ചിലതിൽ പീച്ച് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ് കാണാം. അങ്ങനെ ഒരു 2-3 കളേഴ്സിൻ്റെ ഷെയ്ഡ് വരുന്നതാണ്. ഇതാണ് നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതൊക്കെ 300 റുപ്പീസിൻ്റെയാണ്. ഇനി ഇത് നമുക്ക് 2-3 പീസും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ നമുക്ക് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും ആണ്. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വെറൈറ്റീസ് ആയിട്ട്
കാണാം. ഓക്കെ ദെൻ ബൈ.